സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുത്ത 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. കേരള ബാങ്കിന്റെ ആകെ ഓഹരി പങ്കാളിത്തത്തിൽ കേരള ഗവൺമെന്റിന്റെ വിഹിതം എത്ര ശതമാനമാണ്? 40%. കേരള ബാങ്കിന്റെ ആകെ ഓഹരി പങ്കാളിത്തത്തിൽ കേരള ഗവൺമെന്റിന്റെ വിഹിതം 40%. നിലവിൽ കേരള ബാങ്ക് എത്ര ശാഖകളുമായാണ് കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നത്? നിലവിൽ കേരള ബാങ്ക് ശാഖകളുടെ എണ്ണം കേരളത്തിൽ 823 ആണ്. 823. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരെന്ത്? വാണിജ്യ ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്കും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് അറിയപ്പെടുന്നത്. സ്പ്രെഡ്. ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? ഗ്രാമീൺ ബാങ്ക് എവിടെയാണ് സ്ഥാപിതമായത്? ബംഗ്ലാദേശിലാണ്. ഏത് വർഷമാണ്? 1983. 1983. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബാങ്കിംഗ് സംവിധാനം ഏതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. പ്രധാൻമന്ത്രി ജൻ ധൻ യോജന ആരംഭിച്ചത് എന്ന്? പ്രധാൻമന്ത്രി ജൻ ധൻ യോജന ആരംഭിച്ചത് 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്ന സ്ഥാപനമാണ് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2005 10ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത്. ഖനനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ്? ഖനനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലാണ്. പ്രാഥമിക മേഖല. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷി മന്ത്രി കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? സി സുബ്രഹ്മണ്യമാണ്. സി സുബ്രഹ്മണ്യമായിരുന്നു കേന്ദ്ര കൃഷി മന്ത്രി. എപ്പോൾ? ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത്. ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രഥമ പൗരൻ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിംലയിലാണ്. ഷിംല. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. ശർക്കരയിൽ നിറത്തിനായിട്ട് ചേർക്കുന്ന, അതുപോലെ തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ഏതാണ്? റോഡോമിൻ ബി ആണ്. റോഡോമിൻ ബി. ശർക്കരയിൽ നിറത്തിനായിട്ട് ചേർക്കുന്നു, തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ റോഡോമിൻ ബി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം 17.2 മീറ്റർ ആണ്. 17.2 മീറ്റർ. ജലമലിനീകരണത്തിന്റെ തോത് അറിയാനായിട്ട് ഉപയോഗിക്കുന്നത്? ജലമലിനീകരണത്തിന്റെ തോത് BOD ആണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്.
ശുദ്ധജലത്തിന്റെ BOD മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ BOD മൂല്യം 5 ppm താഴെയാണ്. 5 ppm താഴെയാണ് ശുദ്ധജലത്തിന്റെ BOD മൂല്യം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. സ്ട്രാറ്റസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ നദിയാണ്. ഇന്ത്യയിലെ സമയവുമായി ബന്ധപ്പെട്ട IST എന്നതിൻ്റെ പൂർണ്ണരൂപം. IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യൻ ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെ ഏത് സഭയുടെ അധ്യക്ഷനാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ലോകസഭാംഗത്തിന്റെ കാലാവധി എത്രയാണ്? ലോകസഭാംഗത്തിന്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷം. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിയെ കൂടാതെ ഏത് കോടതിക്കാണ് ഉള്ളത്? മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയെ കൂടാതെ ഹൈക്കോടതികൾക്കാണ് ഉള്ളത്. സുപ്രീം കോടതിക്കും അതുപോലെ ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുള്ളത്. റിട്ടുകൾ. അടുത്ത ചോദ്യം, വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് 61 ഭേദഗതി നിയമപ്രകാരമാണ്. 61 ഭേദഗതി. സ്വർണത്തിന്റെ രാസചിഹ്നം എന്താണ്? സ്വർണത്തിന്റെ രാസചിഹ്നം AU. സ്വർണത്തിന്റെ രാസചിഹ്നം AU. ഓറം. അറ്റോമിക് നമ്പർ എത്രയാണ്? 79 ആണ്. 79. ഇന്ത്യയിൽ നിലവിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനായി ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രധാന സൂചിക ഏതാണ്? ഇന്ത്യയിൽ നിലവിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിനായിട്ട് ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന സൂചിക ഉപഭോക്തൃ വില സൂചികയാണ്. CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത് 1949 1949. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാര്? ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? അരുവിപ്പുറം പ്രതിഷ്ഠ 1888. 1888. വൈദ്യുത പ്രക്ഷോഭം നടന്നത് ഏത് സ്ഥലത്താണ്? വൈദ്യുത പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഗ്രാമപഞ്ചായത്ത് അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. 21 വയസ്സ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്? ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 101 ഭേദഗതിയാണ്. 101 ഭേദഗതി. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 7ാം പട്ടികയാണ്. 7ാം പട്ടിക. ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് ധനബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. കുറഞ്ഞ സർക്കാർ പരമാവധി ഭരണം എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടത്? കുറഞ്ഞ സർക്കാർ, മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവേണൻസ്. നീതി ആയോഗിന്റെ മുദ്രാവാക്യമാണ്. നീതി ആയോഗ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം? ജീവകം B12 പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമാകുന്നത് ജീവകം B12 അപര്യാപ്തതയാണ്. മൗലിക അവകാശമായി വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയ അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. അന്താരാഷ്ട്ര തലത്തിൽ യോഗ ദിനമായി ആചരിക്കുന്നത് എന്ന്?
അന്താരാഷ്ട്ര തലത്തിൽ യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21 ജൂൺ 21. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104 ഭേദഗതിയാണ്. 2019 104 ഭേദഗതി പ്രകാരമാണ് ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയത്. PT ഉഷയുടെ ആത്മകഥയുടെ പേര്. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453 1453. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം 1741 1741. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവൽ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേതാദേവി രചിച്ച നോവലാണ് ആരണ്യർ അധികാർ. നോവലിന്റെ പേര് ആരണ്യർ അധികാർ. ആരുടേതാണ്? മഹാശ്വേതാദേവി രചിച്ച നോവലാണ്. കേന്ദ്ര കഥാപാത്രം ബിർസ മുണ്ട. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ജസ്റ്റിസ് പരീതു പിള്ള. ഹിമാലയൻ രൂപം കൊണ്ടിരിക്കുന്നത് ഏതു തരം ഫലകാതിരിലാണ്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത് സംയോജക സീമയിലാണ്. സംയോജക സീമ. പൂലൻ ദേവിയെക്കുറിച്ച് പണ്ഡിറ്റ് ക്യൂൻ എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത്. ഗ്രന്ഥത്തിന്റെ പേര് പണ്ഡിറ്റ് ക്യൂൻ. ആരെക്കുറിച്ചുള്ളതാണ്? പൂലൻ ദേവിയെക്കുറിച്ചുള്ളതാണ്. തയ്യാറാക്കിയത് ആരാണ്? മാലാസെൻ ആണ്. മാലാസെൻ. PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദികയാണ്. ഗദ്ദിക കലാകാരനായിരുന്നു PK കാളൻ. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്ന തീയതി. നിലവിൽ വന്ന തീയതി. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12 2013 സെപ്റ്റംബർ 12. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഏവിയേഷൻ അക്കാദമി എവിടെയാണ്? ന്യൂഡൽഹി. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആര്? ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഭവിച്ച വ്യക്തി ആരാണ്? നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരാണ്? അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെ. മലയാള ഭാഷയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അച്ചടി ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി രചിച്ചത് ഏത് യൂറോപ്യൻ വൈദികനാണ്? സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി രചിച്ചത് ഫാദർ ക്ലെമന്റ് ആണ്. ഫാദർ ക്ലെമന്റ്. മലയാള ഭാഷയിൽ ആദ്യത്തെ സമ്പൂർണ്ണ അച്ചടി ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. രചിച്ചത് ഫാദർ ക്ലെമന്റ് ആണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിക്കുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്ത ഡച്ച് സൈന്യാധിപൻ യൂസ്റ്റാക്കിയസ് ഡിലനോയ് ആണ്. യൂസ്റ്റാക്കിയസ് ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതാരാണ്? യൂസ്റ്റാക്കിയസ് ഡിലനോയ് ആണ്. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തൃപ്പടിദാനമാണ്. തൃപ്പടിദാനം നടത്തിയ വർഷം 1750 ജനുവരി 3 1750 ജനുവരി 3. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചടങ്ങ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തൃപ്പടിദാനം എന്നാണ്. തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3. ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ അക്കാദമി ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ദേശീയ അക്കാദമി സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമി. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? ഇന്ത്യയുടെ
പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം പ്രധാന ലക്ഷ്യമായിട്ട് സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ബോസ്റ്റൺ ടീ പാർട്ടി 1773 1773. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദീതട പദ്ധതിയായ ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീതട പദ്ധതിയായ ബക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് നദിയിലാണ്. സത്ലജ് നദി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ ആണവ നിലയമാണ്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നിയമപരമായ സ്ഥാപനമാണ്. നിയമപരമായ സ്ഥാപനം. യുനെസ്കോ സ്ഥാപിതമായ വർഷം? യുനെസ്കോ സ്ഥാപിതമായ വർഷം 1945 നവംബർ 16. 1945 നവംബർ 16. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? സംഗീത നഗരം ഗ്വാളിയോർ ആണ്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ. ഖേലോ ഇന്ത്യ വനിതാ ലീഗിന്റെ പേര് എന്തായിട്ടാണ് മാറ്റിയത്? ഖേലോ ഇന്ത്യ വനിതാ ലീഗിന്റെ പേര് അസ്മിത വനിതാ ലീഗ്. അസ്മിത വനിതാ ലീഗ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ് ആണ്. പ്രേം ബിഹാരി നരേൻ റായ്സാദ് ആണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി? മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ള. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസ്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? വാഗ അതിർത്തി ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47 ആണ്. അനുച്ഛേദം 47. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ? ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ എന്ത് വിളിക്കുന്നു? നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്? അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് ജലമാണ്. ജലം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം? വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലൈനിങ്. സിൽവർ നൈട്രേറ്റ് ലൈനിങ്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യമായിട്ട് ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചതാരാണ്? ജോസഫ് പ്രീസ്ലി. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ആർട്ടിക്കിൾ 352 പ്രകാരമാണ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 352. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് ആര്? സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. വള്ളത്തോൾ. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ? നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. സീലിയറി പേശികൾ.
വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയായ ഭരണഘടനാ ഭേദഗതി ഏത്? കേരളം ഉൾപ്പെടെ പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടയായ ഭരണഘടനാ ഭേദഗതി 7ാം ഭേദഗതിയാണ്. 1956 7ാം ഭേദഗതി. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മ, ദയം, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഏതാണ്? മുരിക്കുംപുഴ ക്ഷേത്രമാണ്. മുരിക്കുംപുഴ ക്ഷേത്രം. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 14 വയസ്സ്. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിന്റെ ആസ്ഥാനം. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണ്. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, NCPOR. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ്. ചെമ്മീൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആര്? കൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിലാണ്. GST കൗൺസിൽ. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോക്ലോർ മ്യൂസിയം എവിടെയാണ്? എറണാകുളത്താണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം ഒരു ഗ്രാമീണ കുടുംബത്തിന് ഒരു സാമ്പത്തിക വർഷം എത്ര ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകുന്നത്? എത്ര ദിവസത്തെയാണ്? 100 ദിവസത്തെ തൊഴിലാണ് ഉറപ്പു നൽകുന്നത്. അവസാനത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.